നമസ്കാരം. ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയുമായി എന്തു ചെയ്താലും തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും അവർക്ക് അവരുടെ മരവിച്ച സമ്പദ് വ്യവസ്ഥയെ ഒരുമിച്ച് തകർക്കാമെന്നാണ് ട്രംപിന്റെ വാദം. അതായത് ട്രംപിന്റെ ഈ വാക്കുകൾ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയങ്ങൾ കൂടിയാണ് തുറന്നു കാട്ടുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇന്ത്യയുടെ വ്യാപാര നയങ്ങളും റഷ്യയുമായുള്ള ബന്ധത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത്. തന്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അഭിപ്രായം വ്യക്തമാക്കിയത്. അതായത് ട്രംപിന്റെ പതിവ് ശൈലിയിലാണ് ഈ വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യ വളരെ ഉയർന്ന താരിഫുകൾ ചുമത്തുന്നതിനാൽ അമേരിക്കയുമായി വളരെ ചെറിയ ഇടപാടുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് ട്രംപിന്റെ ആരോപണം. ഇന്ത്യയുടെ താരിഫുകളെ ലോകത്തിലെ ഏറ്റവും ഉയർന്നവയിൽ ഒന്ന് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഒരു വശത്തെ ഇന്ത്യയുമായുള്ള സൗഹൃദ ബന്ധം പറയുമ്പോൾ മറുവശത്തെ വ്യാപാര വിഷയങ്ങൾ കടുത്ത നിലപാടുകളാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ഇന്ത്യ തന്റെ സുഹൃത്ത് എന്ന ലേബൽ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ട്രംപ് ഉയർത്തുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്തവും ഊർജ ബന്ധവും 25% തീരുവ ഏർപ്പെടുത്താൻ ഒരു കാരണമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രിക്സിനെ അമേരിക്കയെ എതിർക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഡോളറിനെതിരായ ആക്രമണമായി ട്രംപ് ബ്രിക്സ് കൂട്ടായ്മയുടെ നീക്കങ്ങളെ കാണുന്നത്. അത്തരം ഏതൊരു നീക്കവും എല്ലാ ബ്രിക്സ് രാജ്യങ്ങൾക്കും 10% താരിഫ് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതികാര നടപടികളിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ പ്രഖ്യാപിച്ചതിന് ശേഷം ട്രംപ് തന്റെ നിലപാട് അല്പം മയപ്പെടുത്തിയതായും തോന്നുന്നുണ്ട്. വ്യാപാര കരാറിനെ കുറിച്ച് ഇന്ത്യയുമായി ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ അവരുമായി സംസാരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുള്ള രാജ്യമായിരുന്നു ഇന്ത്യ. ഇപ്പോൾ അവർ അത് ഗണ്യമായി കുറയ്ക്കാൻ തയ്യാറാണ്. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ അമേരിക്കയുമായി വലിയ വ്യാപാര ബന്ധമൊന്നും നടത്തുന്നില്ല എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ഇത് അമേരിക്കയുടെ സ്വന്തം വ്യാപാര താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയുള്ള സമീപനത്തെയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ സൗഹൃദം അവർക്ക് ലാഭകരമാകുമ്പോൾ മാത്രം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു നിലപാടാണ്. മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രിയോടും ഇക്കാര്യത്തിൽ ട്രംപ് വിമർശനം ഉന്നയിച്ചിരുന്നു. റഷ്യയുമായി അമേരിക്ക അന്ത്യശാസനം പോലുള്ള കളികൾ കളിക്കുകയാണ് എന്നും അത്തരം സമീപനം യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നുമുള്ള മെയ്വേദിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിരുന്നു ഇത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ പരാജയപ്പെട്ടതിൽ തനിക്ക് നിരാശയുണ്ടെന്നും സമാധാനം ഒത്തുതീർപ്പിനുള്ള സമയം 50 ദിവസത്തിൽ നിന്നും 10 അല്ലെങ്കിൽ 12 ദിവസമായി കുറയ്ക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവനകളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യയെ ഒരു സുഹൃത്ത് രാജ്യമായി കാണുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ വിദേശ നയം അവരുടെ സ്വന്തം സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ ചുറ്റും മാത്രം കറങ്ങുന്നു എന്ന കാര്യവും വ്യക്തമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച